2 തിമോത്തിയോസ് 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഓർമ്മിക്കുക, 344-ാം ആണ്ടിൽ സിറിയയിൽ ജനിച്ച വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്തായുടെ ഓർമ്മദിനമായ ഇന്ന് ആ വിശുദ്ധന്റെ ആഴപ്പെട്ട വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിസ്തുലനായ ഈ വേദപാരംഗതന്റെ വാഗ്മിത്വത്തെ പരിഗണിച്ച് സ്വർണ ജിഹ്വ എന്നർത്ഥമുള്ള ക്രിസോസ്റ്റം എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ദൈവഭക്തിയും ധീരതയും വാഗ്വിലാസത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ്. സിറിയയിലെ സൈന്യാധിപനായ സെക്കുന്തൂസിന്റെയും അന്തൂസയക്കയുടെയും ഏകപുത്രനാണ് ജോൺ. ജോൺ ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവ് മരണമടഞ്ഞു. ആ സമയം അമ്മയ്ക്ക് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ ഭക്തശ്രീ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടായില്ല. ജോൺ യൗവനത്തിലെത്തിയപ്പോൾ പരുപരുത്ത വസ്ത്രമാണ് ധരിക്കാൻ ഇഷ്ടപ്പെട്ടത്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും തന്റെ അധിക സമയവും ചെലവഴിച്ചു പോന്നു. 26 വയസ്സായപ്പോഴേക്കും പൗരോഹിത്യത്തെപ്പറ്റി 6 നിസ്തുല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. 30-ാം വയസ്സിൽ ജോൺ അന്ത്യോക്യയ്ക്കടുത്തുള്ള വനാന്തരത്തിലേക്ക് താമസം മാറ്റി. പകൽ സമയം മുഴുവനും പ്രാർത്ഥനയിലും വായനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും ചെലവഴിച്ചു. 386-ാം ആണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ബിഷപ്പ് ജോണിന്റെ പ്രസംഗങ്ങൾ പോലും അത്ഭുതമുളവാക്കുന്നതായിരുന്നു. കുർബാനയിൽ വിശുദ്ധർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടിരുന്നു എന്ന് വിശുദ്ധ നീലൂസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിൽ തിന്മകളുടെ അതിപ്രസരത്തെ അദ്ദേഹം ശക്തമായി എതിർത്തതുമൂലം ധാരാളം ശത്രുക്കൾ ഉളവായി. 403-ാം ആണ്ടിൽ അദ്ദേഹത്തെ നാടുകടത്തി. അധികം താമസിയാതെ മടക്കി വിളിക്കപ്പെട്ടു. അലക്സാൻഡ്രിയയിലെ ചക്രവർത്തിയുടെ അഴിമതിക്കെതിരെ ബിഷപ്പ് ജോൺ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ പ്രകോപിതനായ ചക്രവർത്തി ബിഷപ്പിനെ വീണ്ടും നാടുകടത്തിച്ചു. 400 നാഴിക ദൂരെയുള്ള സ്ഥലത്തേക്കാണ് അദ്ദേഹം നാടുകടത്തപ്പെട്ടത്. അവിടെ മിക്കവാറും പട്ടിണിയായിരുന്നു. ചില ദിവസങ്ങളിൽ കൊടും തണുപ്പ് സഹിക്കേണ്ടിയും വന്നു. അദ്ദേഹത്തിന് രോഗം പിടിപെട്ട് അത്യാസന്ന നിലയിലായി. അതിനിടയ്ക്ക് മുഷിഞ്ഞ വസ്ത്രം മാറി വെള്ളവസ്ത്രം ധരിച്ച് തിരുപ്പാതയും സ്വീകരിച്ചു. സകലത്തിനും ദൈവത്തിന് സ്തുതി എന്ന് സ്ഥിരമായി ഉരുവിടാറുണ്ടായിരുന്നു. അങ്ങനെ ഉരുവിട്ടുകൊണ്ട് തന്റെ ആത്മാവിനെ അദ്ദേഹം 407-ാം ആണ്ടിൽ ഈശോയ്ക്ക് സമർപ്പിച്ചു. പൗരോഹിത്യ സഭയിലെ 4 മഹാപിതാക്കന്മാരിൽ ഒരാളാണ് ഈ വിശുദ്ധൻ. നമുക്കും ഈ വിശുദ്ധന്റെ ആഴപ്പെട്ട വിശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിതാ എന്റെ പേർക്കായി തൂങ്ങിയോ. ക്രൂശിതാ ക്രൂശിതാ എന്റെ പേർക്കായി തൂങ്ങിയോ. ആണി മൂന്നും എന്റെ പാപം ഓർത്തിടുന്നു സ്നേഹമേ, ഓർത്തിടുന്നു സ്നേഹമേ.
ക്രൂശിതാ എൻ്റെ പേർക്കായി തൂങ്ങിയോ. ആണി മൂന്നും എൻ്റെ പാപം ഓർത്തിടുന്നു സ്നേഹമേ, ഓർത്തിടുന്നു സ്നേഹമേ. ലോകബന്ധം കൈക്കൊണ്ടില്ല, പാപഭാരം പേറിടുമ്പോൾ. ലോകബന്ധം കൈക്കൊണ്ടില്ല,